Good morning, students. Good morning, sir. Good morning, sir. So, നമ്മൾ 6th മോഡ്യൂളിലെ സെക്കൻഡ് പ്രോബ്ലം ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: അനലൈസ് ദ ഫ്രെയിം യൂസിങ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആൻഡ് ഡ്രോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അസ്യൂം EI ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് മിക്കപ്പോഴും ഫ്രെയിമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനേ ചോദിക്കാറുള്ളൂ. പക്ഷെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നുണ്ട്. സോ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. ഇപ്പൊ ഫ്രെയിം ആസ് വി നോ, എ ബി എന്ന് പറഞ്ഞ പോർഷനും സി ഡി എന്ന് പറഞ്ഞ പോർഷൻസും കോളംസ് ആണ്. ഈ എ ബി എന്ന് പറഞ്ഞ പോർഷനിലും സി ഡി എന്ന് പറഞ്ഞ പോർഷനിലും ദർ ആർ നോ എക്സ്റ്റേണൽ ലോഡ് ആക്ടിങ്. അപ്പോൾ എ ബി കോളം പോർഷനും സി ഡി കോളം പോർഷനിലും എക്സ്റ്റേണൽ ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. Therefore, fixed end moment MFAB, MFBA is equal to 0. പിന്നെ MFDC, MFCD അതും equal to 0. അപ്പോൾ MFAB is equal to MFBA is equal to 0 because AB എന്ന് പറഞ്ഞ കോളത്തിൽ എക്സ്റ്റേണൽ ലോഡ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഈ MFCD is equal to MFDC is equal to 0 because ആ CDDC പോർഷനിലും എക്സ്റ്റേണൽ ലോഡ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഇനി കോളം പോർഷൻ ആണ് ബി സി. ബി സി എന്ന കോളം പോർഷനിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നു. ബി സി എന്ന് പറഞ്ഞ കോളം പോർഷനിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ എം എഫ് ബി സി എന്ന് പറയുമ്പോൾ നമ്മൾ ബി പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റ് സ്പാനിന്റെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട്, കോളത്തിന്റെ ലെഫ്റ്റ് സൈഡിലായത്, കോളം അല്ല ബീമിന്റെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലെ മൊമെന്റ്സ് എല്ലാം നമ്മൾ നെഗറ്റീവ് മൊമെന്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. സോ മൊമെന്റ് വാല്യൂ WL² ഡിവൈഡഡ് ബൈ 12. ഈ MFCB ആകുമ്പോൾ എന്താണ്? പ്ലസ് WL² ഡിവൈഡഡ് ബൈ 12. പ്ലസ് WL² ഡിവൈഡഡ് ബൈ 12. ഡബ്ല്യുവിന്റെ വാല്യൂ 10, എല്ലിന്റെ വാല്യൂ 4. അപ്പോൾ 10 into 4² divided by 12 is equal to 40 divided by 3 kilonewton meters. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫിക്സഡ് ആൻഡ് മൊമെന്റ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പറഞ്ഞ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നിങ്ങളിത് കേൾക്കുന്നുണ്ടോ അതോ വെറുതെ ഇത് ഓണാക്കി വെച്ചിട്ടിരിക്കുകയാണോ? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര നമ്പർ ഓഫ് ജോയിൻസ് ഉണ്ട്? ഈ തന്നിരിക്കുന്ന ഫ്രെയിമിൽ എത്ര നമ്പർ ഓഫ് ജോയിൻസ്? 2 number of joints. And joint ഏതൊക്കെയാ നമുക്കുള്ള ജോയിൻസ്? ജോയിന്റ് ബി ആൻഡ് ജോയിന്റ് സി. ഈ ജോയിന്റ് ബിയിലുള്ള മെമ്പർ ആണ് മെമ്പർ BA ആൻഡ് മെമ്പർ BC. ഈ ജോയിന്റ് സിയിലുള്ള മെമ്പേഴ്സ് ആണ് മെമ്പർ CB ആൻഡ് മെമ്പർ CD. അപ്പോൾ 4 മെമ്പേഴ്സ് ഉണ്ട്, 2 നമ്പർ ഓഫ് ജോയിൻസ് ഉണ്ട്. ഇനി ജോയിന്റ് ബിയിലുള്ള മെമ്പർ BA, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ത് വരും? സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ എന്ത് വരും? മെമ്പർ BAയുടെ സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും മെമ്പർ BAയുടെ സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ? സ്റ്റിഫ്നെസ്സിന് നമുക്ക് രണ്ട് ഇക്വേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു 2 ഇക്വേഷൻസ്?
So ഇവിടെ നമുക്ക് ഇക്വേഷൻ 3EI divided by L. എന്തുകൊണ്ടാണ് ബി എ മെമ്പർ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ജോയിന്റ് ബി എ മെമ്പർ. എ എന്ന് പറഞ്ഞ സപ്പോർട്ട് നോക്കിക്കേ, ഹിഞ്ചഡ് സപ്പോർട്ട് ആണ്. ഹിഞ്ചഡ് സപ്പോർട്ട് ആണ്, ഫാർ എൻഡ് ഹിഞ്ചഡ് സപ്പോർട്ട് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ 3EI divided by L. ഇവിടെ എല്ലിന്റെ ലെങ്ത് 4 meters ആണ്. അപ്പൊ 3EI divided by 4 ആണ് ബി എയുടെ സ്റ്റിഫ്നെസ് ഇക്വേഷൻ. ഇനി ബി സിയുടെ സ്റ്റിഫ്നെസ് ഇക്വേഷൻ എന്ത് വരും? ബി സി സ്റ്റിഫ്നെസ് ഇക്വേഷൻ stiffness equation 4EI divided by L. എന്താണ്? സി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഫാർ എൻഡ്. അപ്പോ സ്പാൻ നമുക്കുള്ള എന്താണ്? സി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കൊരു ഇന്റർമീഡിയറ്റ് പോയിന്റ് ആണ്. അതുകൊണ്ട് 4EI by L എന്ന ഇക്വേഷൻ ആണ് എടുക്കുന്നത്. എൻഡ് സപ്പോർട്ടില് സിമ്പിൾ സപ്പോർട്ട് ആണെങ്കിൽ മാത്രമേ 3EI by L എന്നുള്ള സ്റ്റിഫ്നെസ് ഇക്വേഷൻ എടുക്കത്തുള്ളൂ. ഇനി മെമ്പർ സി ബി എടുക്കുമ്പോൾ എന്തായിരിക്കും സ്റ്റിഫ്നെസ് ഇക്വേഷൻ? 4EI divided by L. ഈ മെമ്പർ സി ഡി എടുക്കുമ്പോൾ 3EI divided by L. 3EI divided by L. ഇവിടെ എല്ലായിടത്തും ലെങ്ത് 4 meters ആണ്. സോ നമ്മൾ സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ എഴുതി 3EI by 4, 4EI by 4, 4EI by 4, 3EI by 4. ഇനി ജോയിന്റ് ബിയുടെ സം ഓഫ് സ്റ്റിഫ്നെസ്. ജോയിന്റ് ബിയുടെ സം ഓഫ് സ്റ്റിഫ്നെസ് കിട്ടാൻ എന്ത് ചെയ്യാണ്? ബി എയുടെ സ്റ്റിഫ്നെസ് പ്ലസ് ബി സിയുടെ സ്റ്റിഫ്നെസ്. ബി എ സ്റ്റിഫ്നെസ് 3EI by 4, ബി സിയുടെ സ്റ്റിഫ്നെസ് 4EI divided by 4. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു? 3 plus 7, 7EI by 4. ഇനി ജോയിന്റ് സിയുടെ സ്റ്റിഫ്നെസ് കിട്ടാൻ എന്ത് ചെയ്യുന്നു? ജോയിന്റ് സിയുടെ സ്റ്റിഫ്നെസ് കിട്ടാൻ സി ബിയുടെ സ്റ്റിഫ്നെസ് പ്ലസ് സി ഡിയുടെ സ്റ്റിഫ്നെസ്. സി ബി സ്റ്റിഫ്നെസ് 4EI by 4, സി ഡി സ്റ്റിഫ്നെസ് 3EI by 4. അപ്പൊ 7EI divided by 4 ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇനി അടുത്ത എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? K divided by some sigma K. അപ്പോൾ ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കിട്ടാനായിട്ട് ബിയുടെ കെ വാല്യൂ 3EI divided by 4 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ഡിവൈഡഡ് ബൈ സം ഓഫ് സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ 7EI by 4. ഈ ബി സിയുടെ കിട്ടാനായിട്ട് ബി സിയുടെ സ്റ്റിഫ്നെസ് ഫാക്ടർ 4EI by 4 ഡിവൈഡഡ് ബൈ സം ഓഫ് സ്റ്റിഫ്നെസ് 7EI divided by 4 ചെയ്യുമ്പോൾ 4/7. സിമിലർലി താഴെ സി ബിയുടെ സ്റ്റിഫ്നെസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കിട്ടാനായിട്ട് സി ബിയുടെ സ്റ്റിഫ്നെസ് ഫാക്ടർ ഡിവൈഡഡ് ബൈ സം ഓഫ് സ്റ്റിഫ്നെസ് 7EI by 4. ഈ സി ഡിയുടെ കിട്ടാനും ഇതേ കണക്ക് 3EI by 4 divided by 7EI by 4 is equal to 3/7. So distribution factor calculate ചെയ്യുന്നവരെ ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Yes, sir. അടുത്ത സ്റ്റെപ്പ് എന്താ? അപ്പോഴും അടുത്ത സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യണ്ടേ? മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. സോ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിനകത്ത് നമുക്ക് ഫസ്റ്റ് റോയിൽ എന്താ പറയാ ചെയ്യണ്ടേ? ഫസ്റ്റ് റോയില് എന്ത് കാര്യങ്ങൾ എഴുതുന്നേ? മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ ഫസ്റ്റ് റോയില് ജോയിൻസ്. സെക്കൻഡ് റോയിൽ എന്തോ എഴുതുന്നേ? ഫസ്റ്റ് റോ ജോയിൻസ്, സെക്കൻഡ് റോ മെമ്പർ, തേർഡ് റോ distribution factor, and fourth fixed and moments. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗീവൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ എഴുതുക. സോ ജോയിൻസ് നമുക്ക് രണ്ട് നമ്പർ ഓഫ് ജോയിൻസ് ആണുള്ളത്, ജോയിന്റ് ബി ആൻഡ് ജോയിന്റ് സി. മെമ്പർ
AB, BA, BC, CB, CD, DC. ഈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ BA-യുടെ 3/7, BC-യുടെ 4/7, ഇനി CB-യുടെ 4/7, CD-യുടെ 3/7. ഇനി എന്താണ് ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ്. ഫിക്സഡ് ആൻഡ് മൊമെന്റ് നമുക്ക് BC-ക്കും CB-ക്കും മാത്രമേ ഉള്ളൂ. BC-യുടേത് -40/3-ഉം CB-യുടേത് +40/3. ഇനി നമുക്കറിയാം ഈ AB-യും DC-യും അവിടെ ഫിക്സഡ് ആൻഡ് മൊമെന്റ് 0 ആണ് കിട്ടിയിരിക്കുന്നത്. ആ വാല്യൂവിൽ ഒരു ചേഞ്ചസും വരുത്തണ്ട. ബിക്കോസ് A എന്ന് പറഞ്ഞ സപ്പോർട്ടും D എന്ന് പറഞ്ഞ സപ്പോർട്ടും എന്താണ്? സിമ്പിൾ സപ്പോർട്ട്സ് ആണ്. സപ്പോർട്ട് A ആൻഡ് സപ്പോർട്ട് D സിമ്പിൾ സപ്പോർട്ട് ആണ്. സിമ്പിൾ സപ്പോർട്ടിൽ എന്ത് ഡെവലപ്പ് ചെയ്യില്ല? മൊമെന്റ് ഡെവലപ്പ് ചെയ്യില്ല. A സപ്പോർട്ടും D സപ്പോർട്ടും സിമ്പിൾ സപ്പോർട്ട്സ് ആണ്. സിമ്പിൾ സപ്പോർട്ട്സിൽ മൊമെന്റ് ഡെവലപ്പ് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ ഒരു ചേഞ്ചസും വരുത്തണ്ട. അതായത് ക്യാരി ഓവർ ചെയ്യുമ്പോൾ അങ്ങോട്ടൊന്നും എഴുതണ്ട. A സപ്പോർട്ട് ആൻഡ് D സപ്പോർട്ട് സിമ്പിൾ സപ്പോർട്ട് ആയതുകൊണ്ട് അവിടെ ഒരു ചേഞ്ചസും വരുത്തണ്ട. സെയിം വാല്യൂ നമുക്ക് കിട്ടിയ 0 തന്നെ അവിടെ ഇട്ടിരുന്നാൽ മതി. ക്യാരി ഓവർ ചെയ്യുമ്പോൾ അങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യരുത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? ബാലൻസിങ് സ്റ്റെപ്പ് എങ്ങനെയാ ചെയ്യുന്നത്? ജോയിന്റ് ബി. ജോയിന്റ് ബിയിൽ BA-യിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫിക്സഡ് ആൻഡ് മൊമെന്റ് 0 ആണ്. പക്ഷെ ജോയിന്റ് ബിയിൽ BC-യിൽ കിട്ടിയിരിക്കുന്ന മെമ്പർ ഫിക്സഡ് ആൻഡ് മൊമെന്റ് -40/3 ആണ്. അപ്പൊ നമുക്ക് അവിടെ ബാലൻസ് ചെയ്യണം. എങ്ങനെ ബാലൻസ് ചെയ്യും? എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? സോ നെക്സ്റ്റ് ബാലൻസിങ് സ്റ്റെപ്പ് എങ്ങനെയാ ചെയ്യുന്നത്? ജോയിന്റ് ബിയിൽ നമുക്കുള്ളത് എന്താണ്? -40/3 BA-യിലുള്ളത് 0 ആണ്. അപ്പോ ഡിഫറൻസ് എന്താണ്? -40/3 വരും. അപ്പൊ -40/3 വരുമ്പോ എന്ത് ചെയ്യും? +40/3 × 3/7. അത് കണക്ക് BC-യിൽ +40/3 × 4/7. സോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്നു? +40/3 × 3/7 ചെയ്യുമ്പോൾ 40/7 എന്ന് വന്നു. ഇനി +40/3 × 4/7 ചെയ്തപ്പോൾ 160/21 എന്ന് വന്നു. ഇനി 160/21 എന്ത് ചെയ്യുന്നു? ക്യാരി ഓവർ ചെയ്ത് CB-യിലേക്ക് എഴുതും. 160/21 /2. അപ്പൊ BC-യിലുള്ള വാല്യൂവിന്റെ ഹാഫ് എന്ത് ചെയ്യുന്നു? CB-യിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. അപ്പൊ 80/21. സെയിം സ്റ്റെപ്പ് ഇവിടെയും നമ്മൾ ചെയ്യുന്നു. 40/3 × 4/7. 40/3 × 4/7 ചെയ്യുമ്പോൾ -160/21. എന്തുകൊണ്ട് മൈനസ് വന്നു? നമുക്കിവിടെ C ജോയിന്റ് ഉള്ള ഡിഫറൻസ് +40/3 ആണ്. അതുകൊണ്ട് -40/3 × 4/7 ചെയ്യുമ്പോൾ 160/21. ഈ 160/21ന്റെ ഹാഫ് ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യുമ്പോൾ -80/21. ഇവിടെ എന്താ പറയുക? 40/3 × 3/7. 40/7. ഇവിടെ എന്താണ്? മൈനസ് വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ബിക്കോസ് നമുക്ക് ഡിഫറൻസ് കിട്ടുന്നത് പ്ലസ് വാല്യൂ ആണ്. ഇനി വീണ്ടും എന്ത് ചെയ്യണം? ക്യാരി ഓവർ ചെയ്യണം. അപ്പോൾ 80 ഇവിടെ എന്താണ്? ഈ ക്യാരി ഓവർ കിട്ടിയ വാല്യൂവിനെ വീണ്ടും ബാലൻസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ 0-യും ഇവിടെ -80/21 ആണ്. അപ്പൊ ഡിഫറൻസ് എന്താ വരുന്നത്? -80/21. -80/21 ആയതുകൊണ്ട് +80/21 × 3/7. +80/21 × 3/7. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 320/147 എന്ന് കിട്ടും. 320/147. അപ്പോൾ BC-യുടെ വാല്യൂവിന് എന്ത് ചെയ്യുന്നു? ഹാഫ് ക്യാരി ഓവർ ചെയ്യുന്നു CB-യിലേക്ക്. അപ്പോൾ 160/147. സോ ഈ സ്റ്റെപ്പ് നമ്മൾ ഒരു ഡെസിമൽ പ്ലേസ് 0.03 ആ ഒരു റേഞ്ച് വരുന്നവരെ സോൾവ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ് ടു ഡെസിമൽ പ്ലേസ് 0.015 വരുന്നവരെ ബാലൻസിങ്ങും
ക്യാരി ഓവറും പെർഫോം ചെയ്യാം. സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് പോവുക. അതെല്ലാവർക്കും അറിയാമോ എങ്ങനെയാ ബാലൻസിങ് ക്യാരി ഓവറും ചെയ്യുന്നതെന്ന്? നമ്മൾ കുറെ പ്രോബ്ലത്തിൽ ചെയ്തു ബാലൻസിങ്ങും ക്യാരി ഓവറും എങ്ങനെ ചെയ്യുന്നതെന്ന്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയണോ ഇനി? ഹലോ, കേൾക്കുന്നുണ്ടോ? സോ പ്ലീസ് റെസ്പോണ്ട്. ഈ ഓരോ സ്റ്റെപ്സ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണോ? ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സോ പിന്നെന്താ ചെയ്യണ്ടേ? നമ്മൾ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് മുതൽ താഴത്തേക്കുള്ള വാല്യൂസ് എല്ലാം ആഡ് ചെയ്യാം ടു ഗെറ്റ് ഫൈനൽ മൊമെന്റ്. അപ്പോൾ ഫൈനൽ മൊമെന്റ് നമുക്ക് എന്താ കിട്ടണ്ടേ? ജോയിൻ ബിയിലെ മെമ്പർ ബി എയിലും ബി സിയിലും സെയിം വാല്യൂസ് തന്നെ വരണം. ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഇൻസൈഡ്. ഇത് കണ്ടോ, ബി എയില് 7.995, ബി സിയില് -7.995. ഇനി സി ബിയില് +7.995, ഇവിടെ -7.995. സോ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന ഫ്രെയിം ഒരു സിമെട്രിക്കൽ ഫ്രെയിം ആണ്. സിമെട്രിക്കൽ ഫ്രെയിം ആയതുകൊണ്ട് എല്ലായിടത്തും ഒരേ വാല്യൂസ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും പോയിന്റ്സിനകത്ത് ഇപ്പോൾ 7.995 പറഞ്ഞാൽ ചിലപ്പോൾ 8.001 എന്നൊക്കെ കിട്ടും. അങ്ങനെ വന്നാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് സെയിം വാല്യൂസ് ആയിട്ട് തന്നെ എഴുതുക. ഫിക്സ്ഡ് ആൻഡ് മൊമെന്റിൽ സെയിം വാല്യൂസ് ആയിട്ട് എഴുതുക. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? നമ്മൾ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുകയാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം വരയ്ക്കേണ്ടത് ഫ്രീ മൊമെന്റ് ഡയഗ്രാം. അപ്പോൾ ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് എന്തില്ല, തന്നിരിക്കുന്ന സ്ട്രക്ചറിനകത്ത് കോളത്തിലൊന്നും ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. കോളത്തിൽ ലോഡ്സ് ഇല്ല, 0 ആണ്. അപ്പോൾ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഏത് പോർഷനിൽ മാത്രമേ വരത്തുള്ളൂ? ഏത് പോർഷനിൽ മാത്രമേ? ബീമിലാണോ വരുന്നത്, കോളത്തിലാണോ ഫ്രീ മൊമെന്റ് ഡയഗ്രാം? ബീം. സോ ബീമില് ഫ്രീ മൊമെന്റ് ഡയഗ്രാം അതിന്റെ ഷേപ്പ് എന്തായിരിക്കും? ബി സി എന്ന് പറഞ്ഞ പോർഷൻ എന്തായിരുന്നു? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആയിരുന്നു. അതുകൊണ്ട് ഷേപ്പ് പാരബോളിക് ഷേപ്പ്. സോ വാല്യൂ എന്ത് വരും? പാരബോളയുടെ വാല്യൂ മാക്സിമം മൊമെന്റ് ഇക്വേഷൻ എന്തായിരുന്നു? മൊമെന്റ് വാല്യൂ എന്താ വരുന്നത്? ഇക്വേഷൻ എന്തായിരുന്നു? മാക്സിമം മൊമെന്റ് 20 വന്ന ഇക്വേഷൻ എങ്ങനെയാ? WL² divided by 8. WL² divided by 8.
ഇനി നമുക്ക് എ ബി പോർഷനിലും സി ബി പോർഷനിലും എന്തില്ല, ഫ്രീ മൊമെന്റ്സ് ഒന്നും, ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇല്ല, ബിക്കോസ് എക്സ്റ്റേണൽ ലോഡ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഫൈനൽ മൊമെന്റ് ഡയഗ്രാം, ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഫൈനൽ മൊമെന്റ് വാല്യൂസ് ഈ ഫിഗറിലേക്ക് കൊടുക്കുക. ഫൈനൽ മൊമെന്റ് വാല്യൂസ് എന്തായിരുന്നു? എയിൽ നമുക്ക് മൊമെന്റ് ഒന്നും കിട്ടിയിട്ടില്ല, ഡിയിൽ മൊമെന്റ് ഒന്നുമില്ല, ബിക്കോസ് ബോത്ത് സപ്പോർട്ട്സ് ആർ സിമ്പിൾ സപ്പോർട്ട്സ്. ഇനി നോക്കിക്കേ, ഇത് ബി എയിലെ മൊമെന്റ് ആണ്. ബി എയിലെ മൊമെന്റ് വാല്യൂ +7.995. അതെന്താണ്? പ്ലസ് ആകുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ക്ലോക്ക് വൈസ് മൊമെന്റ്. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെന്റ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഫ്രെയിം, ഈ കോളം എന്ത് ചെയ്യുന്നു? ഔട്ട്വേർഡ് ബെൻഡ് ചെയ്യാണ്. ഔട്ട്വേർഡ് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് മൊമെന്റ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. ഇപ്പൊ ബിയിൽ എന്താണ്? ക്ലോക്ക് വൈസ് മൊമെന്റ് ആക്ട് ചെയ്യുമ്പോൾ ഔട്ട്വേർഡ് ആയിട്ട് ബെൻഡ് ചെയ്തു, സോ നെഗറ്റീവ് മൊമെന്റ്. ഇനി ബി സിയിൽ നമുക്ക് എന്താണ്? -7.995. നെഗറ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യാം? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പൊ എന്ത് കോസ് ചെയ്തു? ആന്റി ക്ലോക്ക് വൈസ്. സി വരച്ചിരിക്കുന്നത് തിരിച്ചാണ് കേട്ടോ, ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് -7.995. ഇനി ഇവിടെ എന്താണ്? സി ബിയിൽ +7.995. എന്താണ്? ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, +7.995. അപ്പോൾ ഇതിന്റെ എഫക്ട് എന്താണ്? ഇറ്റ് വിൽ കോസ് ഹോക്കിംഗ്, അപ്വേർഡ് ആയിട്ടാണ് ബെൻഡ് ചെയ്യുന്നത്. അപ്പോ ബി സിയിൽ ക്ലോക്ക് പോസിറ്റീവ് ആയതുകൊണ്ട്, ബി സിയിൽ നെഗറ്റീവ് ആയതുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, സി ബിയിൽ പോസിറ്റീവ് ആയതുകൊണ്ട് ക്ലോക്ക് വൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ രണ്ടിന്റെ എഫക്ട് എന്താണ്? ദ ബീം വിൽ ബെൻഡ് അപ്വേർഡ്സ്, അല്ലെങ്കിൽ ഹോഗിംഗ് മൊമെന്റ് കോസ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് പാർട്ട് സി ഡിയിൽ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തപ്പോ എന്താണ്? ഇറ്റ് പുറത്തേക്കാണ്, കോളം ബക്കിൾ അല്ലെങ്കിൽ ബെൻഡ് ചെയ്യുന്നത് ഔട്ട്വേർഡ് ആയിട്ടാണ് ബെൻഡ് ചെയ്യുന്നത്, ഫ്രെയിമിന് പുറത്തേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. ഫ്രെയിമിന് ഔട്ട്വേർഡ് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഹോഗിംഗ് ആണ്, നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. ഇനി നമ്മൾ ആ ഫൈനൽ മൊമെന്റ് എങ്ങനെയാ വരയ്ക്കുന്നത്? ബേസ് ലൈനിന് മുകളിലേക്കുള്ള വാല്യൂസ് എല്ലാം നെഗറ്റീവ് വാല്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യും, ബേസ് ലൈനിന് താഴെയുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം എയിൽ മൊമെന്റ് ഒന്നുമില്ല, ബിയിൽ എന്തായിരുന്നു? നെഗറ്റീവ് മൊമെന്റ് ആയിരുന്നു. അപ്പോൾ ബേസ് ലൈനിന് പുറത്തേക്കാണ് നമ്മൾ ഇവിടുത്തെ നെഗറ്റീവ് വാല്യൂസ് വരയ്ക്കുന്നത്. നെഗറ്റീവ്, ഇവിടെ നമുക്ക് കിട്ടിയത് നെഗറ്റീവ് ആണ്. ഈ ബി സിയിലും എന്താണ്? രണ്ടിടത്തും ഹോഗിംഗ് ആണ്. പക്ഷെ ഈ പാരബോള എന്താണ്? പോസിറ്റീവ് പാരബോളയാണ്. ക്ലിയർ ആണോ? ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, അല്ല ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ അറിയാമോ? അത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? ഫ്രെയിമിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്ന് ക്ലിയർ ആയിരുന്നു, ഫ്രെയിമിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത്. നിങ്ങൾ ഒന്നെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഫ്രെയിമിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത് ക്ലിയർ ആണോ, അതോ ഒന്നുകൂടി പറഞ്ഞു തരണോ? ഇത് ക്ലിയർ ആണെന്നാണോ, എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണോ? ഫ്രെയിമിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് യൂഷ്വലി ഫ്രെയിമിന്റെ SFD ചോദിക്കാറില്ല, BMD ആണ് ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ വട്ടം ചോദിക്കാം.
So ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്. അനലൈസ് ദ ടോട്ടൽ ഫ്രെയിം ബൈ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. 1 second. കഴിഞ്ഞ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും നമ്മുടെ ഡിഫറൻസ് എന്താ? സോ ഇതൊരു ഫ്രെയിം ആണ്. ഫ്രെയിമിൽ എ ബിയിൽ എന്തില്ല, ലോഡില്ല. ഡി സി എന്ന് പറഞ്ഞ പോർഷനിലും ലോഡില്ല. ഈ ബി സി മെമ്പർ നോക്കിക്കേ, ബി സി മെമ്പറിൽ എത്ര ലോഡ് ഉണ്ട്? എത്ര പോയിന്റ് ലോഡ്സ് ആ ഉള്ളത്? രണ്ട് നമ്പർ ഓഫ് പോയിന്റ് ലോഡ്സ്. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് എം എഫ് എ ബിയിൽ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് 0, എം എഫ് ബി എയിൽ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് 0. ഇനി ബി സി എന്ന് പറഞ്ഞ പോർഷനിലെ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ട് പോയിന്റ് ലോഡ് ഉള്ളത് കൊണ്ട് അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ആണ് എം എഫ് ബി സി എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡ് അതുകൊണ്ട് നെഗറ്റീവ് മൊമെന്റ് ആയിരിക്കും. ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്, W(A1)B1² ഡിവൈഡഡ് ബൈ L². ഇത് വേണമെങ്കിൽ W1 എന്ന് കൊടുക്കാം. ഫസ്റ്റ് പോയിന്റ് ലോഡ് ആണ്. W1(A1)B1² ഡിവൈഡഡ് ബൈ L² മൈനസ് W(A2)B2² ഡിവൈഡഡ് ബൈ L². സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -40 kN എന്ന് കിട്ടും. ഇനി എം എഫ് സി ബി ആണെങ്കിൽ WA² B ഡിവൈഡഡ് ബൈ L² പ്ലസ് WA² B ഡിവൈഡഡ് ബൈ L². അപ്പൊ ഇവിടെ എയുടെയും ബിയുടെയും ഡിസ്റ്റൻസ് മാറുന്നു എന്നേ ഉള്ളൂ. എ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്താണ്? ഫോർ 30 kN ലോഡ്, ഫസ്റ്റ് 30 kN ആണെങ്കിൽ എയുടെ ഡിസ്റ്റൻസ് 2 മീറ്റർ, ബിയുടെ ഡിസ്റ്റൻസ് 4 മീറ്റർ. ഈ സെക്കൻഡ് 30 kN ആണെങ്കിൽ എയുടെ ഡിസ്റ്റൻസ് എന്താണ്? 4 മീറ്റർ, ബിയുടെ ഡിസ്റ്റൻസ് 2 മീറ്റേഴ്സ്. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എം എഫ് ബി സി -40, എം എഫ് സി ബി +40 എന്ന വാല്യൂ കിട്ടും. ക്ലിയർ ആണോ ആ പറഞ്ഞ ഈ രണ്ട് ഇക്വേഷൻസ്, എം എഫ് ബി സിയുടെ ഇക്വേഷനും എം എഫ് സി ബിയുടെ ഇക്വേഷനും? അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? അടുത്ത സ്റ്റെപ്പ് എല്ലാം പഴയതുണങ്ങനെ എന്തായിരുന്നു? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് സപ്പോർട്ട് എയും സപ്പോർട്ട് ഡിയും സിമ്പിൾ സപ്പോർട്ട് ആയിരുന്നു. അപ്പോ ആ ഒരു വാല്യൂ മാത്രം ബി എയിലും കണക്ക് തന്നെ സി ഡിയിലും 3EI/L വരും. 3EI/L. ബാക്കി പോർഷനിൽ 4EI ഡിവൈഡഡ് ബൈ L. അപ്പോ ബി യുടെ ലെങ്ത് 4 മീറ്റർ ആയതുകൊണ്ട് 3EI/4, ബി സിയുടെ ലെങ്ത് 6 മീറ്റർ ആയതുകൊണ്ട് 4EI/6. അതിനെ 2/3 EI എന്ന് സോൾവ് ചെയ്ത് എഴുതി. സോ സി ഡിയുടെ ലെങ്തും 3EI/L, 3EI/4. സം ഓഫ് സ്റ്റിഫ്നെസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ബി എ പ്ലസ് ബി സി ആഡ് ചെയ്യുന്നു. ഇതണക്ക് തന്നെ സം ഓഫ് സ്റ്റിഫ്നെസ് സി കാൽക്കുലേറ്റ് ചെയ്യാൻ 2/3 EI പ്ലസ് 3/4 EI, 17/12. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നു, കെ ഡിവൈഡഡ് ബൈ സിഗ്മ കെ. അപ്പോ 3/4 EI ഡിവൈഡഡ് ബൈ 7/12 EI 0.529. ഇനി ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.471, സി ബി 0.471, സി ഡി 0.529. നെക്സ്റ്റ് എന്ത് ചെയ്യാണ്? മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. സോ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ ജോയിന്റ് രണ്ട് നമ്പർ ഓഫ് ജോയിന്റ് ബി, ജോയിന്റ് സി, member
AB, BA, BC, CB, CD and DC distribution factor എഴുതി, ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് എഴുതി. ഇനി നമുക്ക് എന്തറിയാം, എ ബിയിലും ഡി സിയിലും മൊമെന്റ് 0 ആണ്. അപ്പൊ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന്റെ വാല്യൂ അതേ കണക്കാൻ എഴുതിയാൽ മതി. നോ നീഡ് ടു ക്യാരി ഓവർ ബി എ ഫാക്ടേഴ്സ്. ഇനി എന്ത് ചെയ്യാണ്, ബാലൻസിങ് സ്റ്റെപ്പ് ചെയ്യുവാണ്. ബാലൻസിങ് ചെയ്യാനായിട്ട് നമുക്കറിയാം ജോയിന്റ് ബിയിൽ ബി എയിലുള്ള എന്താണ് 0യും ബി സിയിലുള്ള ഫിക്സഡ് ആൻഡ് മൊമെന്റ് -40. സോ ഡിഫറൻസ് -40. അതുകൊണ്ട് ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാണ്, +40 × 0.529. +40 × 0.529 ചെയ്യുമ്പോൾ 21.16. ഇനി അതേ അങ്ങനെ +40 × 0.471 ചെയ്യുമ്പോൾ 18.84. ഇനി 18.84ന്റെ ഹാഫ് ക്യാരി ഓവർ ചെയ്ത് എഴുതി, അപ്പോൾ 9.42. ഇനി വീണ്ടും ഇവിടെ സെയിം സ്റ്റെപ്പ്. ഇവിടെ ഡിഫറൻസ് സി ബിയും സി ഡിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ കിട്ടുന്നത്, +40 ആണ്. സോ -40 × 0.471, അപ്പോൾ -18.84. ഇനി -18.84 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ -9.42. സോ അത് കണക്ക് തന്നെ -40 × 0.529 ചെയ്യുമ്പോൾ -21.16. ഇനി വീണ്ടും എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ക്യാരി ഓവർ ചെയ്ത് എഴുതിയ ഫാക്ടേഴ്സിനെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്ന നമുക്ക് എന്താണ്, ബി എയിൽ നമുക്ക് 0യും ബി സിയിൽ -9.42. സോ ഡിഫറൻസ് നെഗറ്റീവ് ആണ്. therefore +9.42 × 0.529 ചെയ്യുമ്പോൾ 4.983. ഇനി +9.42 × 0.471 ചെയ്യുമ്പോൾ 4.437. ഞാൻ 4.437 എന്ത് ചെയ്യുന്നു, ക്യാരി ഓവർ ചെയ്ത് എഴുതുന്നു. അതായത് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് സി ബിയിലേക്ക് എഴുതുന്നു. അപ്പൊ 2.218. സോ ആ സ്റ്റെപ്സ് പ്രൊസീഡ് ചെയ്യാണ്. നമുക്ക് ഒരു 0.01 അല്ലെങ്കിൽ 0.02 ഒക്കെ വരുന്ന റേഞ്ച് വരെ. സോ നമുക്കിവിടെ 0.01 ഇവിടം വരെ ചെയ്താൽ മതിയാവും. 0.01 വരുന്ന രീതിയിൽ ചെയ്താൽ മതിയാവും. പിന്നെ ചെയ്താൽ ഒരുപാട് സ്മോളസ്റ്റ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒന്നുകിൽ ഒരു മിനിമം 5 ടൈംസ് ബാലൻസിങ്ങും ക്യാരി ഓവറും പെർഫോം ചെയ്യാം. എന്നിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, ലാസ്റ്റ് സ്റ്റെപ്പിൽ ക്യാരി ഓവർ ചെയ്യണ്ട. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യരുത്, ക്യാരി ഓവർ ചെയ്ത് എഴുതരുത്. ലാസ്റ്റ് സ്റ്റെപ്പിൽ ക്യാരി ഓവർ ചെയ്താൽ നമ്മൾ വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഓർക്കുക, ലാസ്റ്റ് സ്റ്റെപ്പിൽ ക്യാരി ഓവർ ചെയ്യണ്ട. എന്നിട്ട് ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് മുതലുള്ള വാല്യൂസ് ആഡ് ചെയ്യാം. നമുക്ക് ബി എയിൽ കിട്ടിയ വാല്യൂ 27.676, ഇവിടെ -27.676, ഇവിടെ +27.676, -27.676. അപ്പോൾ ഫ്രെയിം നമുക്ക് പഠിക്കാനുള്ള ഫ്രെയിംസ് എല്ലാം സിമെട്രിക്കൽ ഫ്രെയിംസ് ആണ്. അപ്പോൾ സിമെട്രിക്കൽ ഫ്രെയിംസ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എല്ലാം സെയിം വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത പ്രോബ്ലത്തിലെല്ലാം നമ്മൾ സിമെട്രിക്കൽ ഫ്രെയിംസ് ആണ് ചെയ്തത്. അപ്പോൾ മൊമെന്റ് എല്ലായിടത്തും സെയിം ആയിരിക്കും കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇതിന്റെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ച രീതിയിൽ തന്നെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. സോ ഇനി ഇവിടെ നമുക്ക് ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം, ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഇവിടെ നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ബി സി എന്ന് പറഞ്ഞ കോളത്തില് 2 പോയിന്റ് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ബി സി എന്ന് പറഞ്ഞ കോളത്തില് 2 പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻസ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടില്ല. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമില് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഫ്രീ മൊമെന്റിന്റെ ഇക്വേഷൻ പഠിച്ചു. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ അറിയാം. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് എക്സെൻട്രിക് ആയിട്ട് ഒരു പോയിന്റ് ലോഡിംഗ് ആണെങ്കിലും അതിന്റെ ഇക്വേഷൻ അറിയാം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം, ആ ബീമില് നമുക്ക് 2 പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം സാധാരണ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെയാ നമ്മൾ നേരത്തെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചത്? സോ ഇതാണ് നമ്മുടെ ബീം. ബീമിന് 2 സപ്പോർട്ട്സ്, VB vertical reaction, VC vertical reaction. സോ ഇവിടെ നമുക്ക് ലോഡ് എത്രയായിരുന്നു, 30 kN എന്നൊരു ലോഡ്. ഇവിടെയും 30 kN. 30 kN ലോഡ്. ഡിസ്റ്റൻസ് എല്ലാം 2 meters, 2 meters, 2 meters.
ഈ തന്നിരിക്കുന്നത് സിമെട്രിക്കൽ സ്ട്രക്ചർ ആണോ അൺസിമെട്രിക്കൽ ആണോ? ഈ വരച്ചിരിക്കുന്ന ബീം സിമെട്രിക്കൽ ആണോ അൺസിമെട്രിക്കൽ ആണോ? സിമെട്രിക്കൽ ആണോ അൺസിമെട്രിക്കൽ ആണോ? അതും അറിയത്തില്ലയോ? സിമെട്രിക്കൽ ആണോ അൺസിമെട്രിക്കൽ ആണോ എന്ന് അറിയത്തില്ലയോ? എന്തോ സിമെട്രിക്കലും എന്താ അൺസിമെട്രിക്കല്? സിമെട്രിക്കൽ സ്ട്രക്ചർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വി ബിയുടെയും വി സിയുടെയും വാല്യൂ എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? തന്നിരിക്കുന്ന സ്ട്രക്ചർ സിമെട്രിക്കൽ ആണ്. എന്തോ സിമെട്രിക്കൽ എന്ന് വെച്ചാൽ എക്സാക്ട് മിറർ ഇമേജസ് ആണ്. അപ്പോൾ ഇത് ടോട്ടൽ 6 meters ആണ്. ഈ 3 meter വെച്ച് ഡിവൈഡ് ചെയ്താൽ രണ്ടിടത്തും ഒരേ കണക്ക് തന്നെയാണ് ലോഡ് വരുന്നത്. ദിസ് ഈസ് സിമെട്രിക്കൽ സ്ട്രക്ചർ. അപ്പോൾ സിമെട്രിക്കൽ സ്ട്രക്ചർ ആണെങ്കിൽ നമുക്ക് വി ബിയും വി സിയും ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. ടോട്ടൽ ലോഡ് ആക്ടിങ് ഓൺ ദ സ്ട്രക്ചർ 30 + 30 60. ആ 60യുടെ ഹാഫ് ആയിരിക്കും വി ബിയും വി സിയും. 30 + 30 60. ഇനി ഈ പോർഷന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. നമുക്കറിയാം സിംപ്ലി സപ്പോർട്ട് എൻഡ്സ് ആണെങ്കിൽ ഈ ഒരു പോയിന്റിലും ബിയും സി പോയിന്റിലും എന്തില്ല, മൊമെന്റ് ഇല്ല. പിന്നെ നമുക്ക് മൊമെന്റ് വേണ്ടത് ഈ 30 kN ലോഡ് വരുന്ന പോയിന്റിൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ മൊമെന്റ് എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഈ പോയിന്റിലെ മൊമെന്റ് കിട്ടാനായിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു പോർഷൻ മാത്രം കൺസിഡർ ചെയ്യാം. ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമേ മൊമെന്റ് എടുക്കാൻ നേരത്ത് കൺസിഡർ ചെയ്യുള്ളൂ. എല്ലാ ഫോഴ്സും കൂടി കൺസിഡർ ചെയ്താൽ മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിന്റെ മൊമെന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യാം, ഇല്ലെങ്കിൽ റൈറ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഈ ഫസ്റ്റ് 30 kN ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിലെ മൊമെന്റ് വേണം. അപ്പൊ ഞാൻ ഇവിടെ ഒരു സെക്ഷൻ എടുത്തിട്ട് ഇതിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്തു. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ എന്താണ്? 30 kN ലോഡ് ആണ്. ഡിസ്റ്റൻസ് 2 meters. അപ്പൊ മൊമെന്റ് വാല്യൂ എന്ത് വരും? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 30 × 2 = 60 kN/m. ഇനി ഇത് പോസിറ്റീവ് മൊമെന്റ് ആയിരിക്കും നെഗറ്റീവ് മൊമെന്റ് ആയിരിക്കും? ഈ 30 kN ഇങ്ങനെ വന്നാൽ സ്ട്രൈക്ക് ചെയ്യുന്നത് പോസിറ്റീവ് മൊമെന്റ് ആയിരിക്കും നെഗറ്റീവ് മൊമെന്റ് ആയിരിക്കും? 30 വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സാഗിങ് ആണ് കോസ് ചെയ്യുന്നത്. സാഗിങ് മൊമെന്റ്സ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. ഇനി അടുത്ത് ഇവിടുത്തെ 30 kN ലോഡിന്റെ ബെൻഡിങ് മൊമെന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു സെക്ഷൻ എടുത്തിട്ട് ഈ ഒരു സൈഡ് മാത്രം കൺസിഡർ ചെയ്തു. ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് എടുക്കുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് എടുക്കുക. ഇവിടെ ഞാൻ റൈറ്റ് സൈഡ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ എന്തേ ഉള്ളൂ? 30 kN ലോഡ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് 2 meter. അപ്പോൾ മൊമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 30 × പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2 meter 60 kN/m. അതും എന്താണ്? സ്ട്രൈക്ക് ചെയ്യുമ്പോൾ സാഗിങ് ആണ് കോസ് ചെയ്യുന്നത്. സാഗിങ് മൊമെന്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. സോ ബെൻഡിങ് മൊമെന്റിന്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും വരുന്നത്. 60 60 പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ്, ബിക്കോസ് അവിടെ എന്താണ്? സാഗിങ് ആണ് കോസ് ചെയ്യുന്നത്. സാഗിങ് മൊമെന്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് മൊമെന്റ്സ്. ഇനി ഫ്രീ മൊമെന്റിനകത്ത് ബി സിയിലും സി ബിയിലും നമുക്ക് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇല്ല, ബിക്കോസ് ദർ ആർ നോ എക്സ്റ്റേണൽ. എ ബിയിലും സി ഡിയിലും ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇല്ല, ബിക്കോസ് അവിടെ എന്താണ്? നമുക്ക് എക്സ്റ്റേണൽ ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇല്ല. സോ ഇനി ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഫൈനൽ മൊമെന്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നേരത്തെ ചെയ്ത് എങ്ങനെയാണോ സെയിം മെത്തേഡ്.
സോ ഇവിടെ എന്താണ് 27.676 പ്ലസ് ആണ്. എന്താണ് പോസിറ്റീവ് ആകുമ്പോൾ ബിയില് ക്ലോക്ക് വൈസ് ആയിട്ട് ഒന്ന് സ്ട്രൈക്ക് ചെയ്യും. ക്ലോക്ക് വൈസ് ആയിട്ട് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താണ് ഈ ബി സി പോർഷൻ ഔട്ട്വേർഡ് ആയിട്ടാണ് ബെൻഡ് ചെയ്യുന്നത്. ഔട്ട്വേർഡ് ബെൻഡിങ് ആണെങ്കിൽ എന്താണ് നെഗറ്റീവ് മൊമെന്റ് ആണ്. അതാണ് ഇവിടെ 27.676. ഇനി ഈ ബി സി ഈ പോയിന്റ് എന്താണ് -27.676 ആണ്. ഈ ബി സി പോർഷൻ ആണ് -27.676. അപ്പൊ അവിടെ എന്താണ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടൊന്ന് സ്ട്രൈക്ക് ചെയ്യണം. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടൊന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അപ്വേർഡ് ആണ് ബെൻഡ് ചെയ്യുന്നത്. അപ്വേർഡ് ബെൻഡിങ് ആണെങ്കിൽ ഫോഗിങ് ആണ്, നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ -27.676 വന്നത്. ഇനി സി ബി പോർഷൻ 27.676 പ്ലസ് ആണ്. അപ്പൊ ഇവിടെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് സി ബി പോർഷനിൽ +27.676 +27.676 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. സോ ക്ലോക്ക് വൈസ് മൊമെന്റ് ആർ ടേക്കൺ ആസ് ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്യാണ്. അപ്പൊ എന്താണ് കോസ് ചെയ്യുന്നത് ബി സിയിൽ ഹോഗിങ് മൊമെന്റ് ആണ് കോസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ നെഗറ്റീവ്. ഈ ലാസ്റ്റ് -27.676. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് ലാസ്റ്റ് കോളത്തിൽ വന്ന് നെഗറ്റീവ് മൊമെന്റ് കോസ് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് വരച്ചാൽ എന്ത് ചെയ്യണം ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് മൊമെന്റ് വന്നത്. ഈ സിമിലർ രീതിയിൽ തന്നെ SFD വരയ്ക്കുക. സെയിം പ്രൊസീജിയർ തന്നെ അഡോപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഷിയർ ഫോഴ്സ് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം.